ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ ഇഞ്ചി പച്ചടിയാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ഇഞ്ചി പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഇഞ്ചി പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങുന്നത് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി പച്ചടി എന്ന് പറയുന്നത്. എന്നാലും വളരെ രുചികരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് സദ്യയിലൊക്കെ മിസ് ചെയ്യാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാക്സിമം കനം കുറച്ചിട്ട് നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇഞ്ചിയുടെ പേസ്റ്റ് ഒന്നും ചേർക്കരുത്, എങ്കിൽ ആ ടേസ്റ്റ് പാടെ മാറിപ്പോകും ഇഞ്ചി പച്ചടിയുടെ. നന്നായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കളറ് മാറി തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും മാത്രം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാവുന്നതാണ്. അതല്ല നമ്മൾ ഇപ്പോഴേ ഈ ഒരു സമയത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി അതങ്ങ് മുരിഞ്ഞു തുടങ്ങും. പക്ഷേ ഇഞ്ചി വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും മാത്രം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 4-5 വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇഞ്ചി പച്ചടി എന്നും പറയും, ചില സ്ഥലങ്ങളിൽ ഇഞ്ചി തൈര് എന്നും പറയും കേട്ടോ. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുത്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇഞ്ചി പച്ചടി വെക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ടാകണം. അതായത് ഇഞ്ചി നല്ലതുപോലെ മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പച്ച ഇഞ്ചി കഴിക്കുമ്പോഴത്തേക്കും ചെറിയൊരു കയ്പ്പരസം ഉണ്ടാവില്ലേ. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് അതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പച്ച ടേസ്റ്റ്, ആ ഒരു കയ്പ്പ് ടേസ്റ്റ്, ഇഞ്ചിക്കുള്ള ആ ഒരു കയ്പ്പ് ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും. അതിന് ശേഷം വേണം പിന്നീട് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മാറിയിട്ട് ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റി കൊടുത്ത് നല്ലതുപോലെ ബ്രൗൺ കളറിൽ ആക്കി കളയരുത്. എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കരിഞ്ഞു പോയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ഈ ലാസ്റ്റിൽ മാത്രം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറി കിട്ടണം. അതായത് ഇപ്പോൾ ഈ ഒരു ചൂടിലേക്ക് നമ്മൾ തൈരെടുത്ത് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം വെച്ചാൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ തിളയ്ക്കുന്ന ആ ഒരു ചൂടങ്ങ് മാറും. ആ ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഫ്ലെയിമൊന്നും വെച്ചിട്ടില്ല. കുറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം.
ഇതാ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ മിക്സ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് നമ്മൾ എടുക്കേണ്ടത് നന്നായിട്ട് കട്ടിയായിട്ടുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 300 ml അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈര് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് ഞാൻ പിണ്ട് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. വീട്ടിൽ ഇതുവരെയും കട്ട തൈര് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മിക്സിയുടെ ജാറിലേക്ക് ചേർക്കരുത്. മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കട്ട തൈര് വന്നിട്ട് നല്ലതുപോലെ ലൂസായി പോകും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ആ കട്ടിക്ക് തന്നെ നമ്മുടെ തൈര് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തൈരിൻ്റെ ആ ഒരു പുളി അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരമുതൽ ഒരു മണിക്കൂർ ഒരു സമയം ഉണ്ടെങ്കിൽ അത്രയും സമയം വരെ വെച്ചിരിക്കുക, അടച്ചൊന്ന് വെച്ചിരിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചി പച്ചടി റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അതൊക്കെ നമ്മൾ സദ്യക്ക് തൊട്ട് മുമ്പ് തന്നെ ഇതെല്ലാം ഫസ്റ്റിലേ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചി പച്ചടി ആയിരിക്കും എന്ന്. ഉറപ്പായിട്ടും ഈ വരുന്ന ഓണത്തിന് സദ്യക്കൊപ്പം ഇഞ്ചി പച്ചടിയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.